അപ്പോ താൻ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോണം. DFOയുടെ അഭിപ്രായം താൻ ഇവിടെ തന്നെ നിൽക്കണമെന്നാ എന്റെ. വിളിച്ചപ്പോ താൻ വന്നു, ആനെ കൂട്ടിക്കയറ്റി. ഇനിയിപ്പോ അവനെ മെരുക്കുന്ന ജോലി കൂടി താനേക്ക്. വേണ്ട സാർ, അതിനൊക്കെ ഇവിടുത്തെ പാപ്പാമാർ ധാരാളമാണ്. പിന്നെ അത്രയും കാലം ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. പോണം. താല്പര്യമില്ലെങ്കിൽ ഇയാൾ പോട്ടെ സാർ. എന്നാ മിസ്റ്റർ അലവക്കൊട്ടൊരു കാര്യം ചെയ്യേ. എന്താ സാർ? ഈ യൂണിഫോം അയച്ചു വെച്ച് ഒരു തോട്ടി എടുത്ത് അങ്ങോട്ട് ചെന്ന് മെരുക്ക്. വാവച്ചന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് പുതിയ കൊമ്പനെ മെരുക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോരാത്തിന് കള്ളും കഞ്ചാവ് ഒഴിഞ്ഞ നേരവുമില്ല. അച്യുത, ആനയെ കൂട്ടിലെത്തിച്ചാൽ പാപ്പാന്റെ ജോലി തീരുന്നില്ല. അതിനെ മെരുക്കണം, എന്നാലേ അവന്റെ ജോലി മുഴുവനാവൂ. അതല്ലേ പാപ്പാന്റെ ധർമ്മം? അത് മതി അച്ചുവേട്ട, നമുക്ക് ഇവിടെ കൂടാം. ഒന്നുമില്ലെങ്കിലും അച്ചുവേട്ടന്റെ കൂടെ പണിയെടുത്തുനിന്ന് ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാമല്ലോ. അതെ ആശാനെ, സമ്മതിക്കച്ചതാ. ശരി. ആണ്ടിലൊരിക്കലെ സ്വർണ്ണക്കൊമ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കൂ, തമ്പുരാൻ കുന്നിലെ കെട്ടുകാഴ്ചയ്ക്ക്. ഓ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൊമ്പും കോലും വായ്ത്താരിയും ഇത്തവണത്തെ മേളപ്പുകള് കൂടാൻ അച്യുതം പാപ്പാൻ ഇവിടെ തന്നെ കാണും. ഇതിനോടകം എത്ര ആനയെ പിടിച്ച് മരിക്കി? എനിക്കും ഒരു ആനയെ പിടിച്ച് മരിക്കണം. എന്നിട്ട് വേണം അച്യുതം പാപ്പാനെ പോലെ കേമനായൊരു പാപ്പാനാകാൻ. ചട്ടം കുറച്ച് ആനപ്പുറത്ത് കേറാൻ പഠിക്കാം ആദ്യം, എന്നിട്ട് പോകാം ആനയെ പിടിക്കാൻ. പ്രായക്കരയിൽ തനിക്ക് ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഒറ്റത്തടിയാ. അതാ സുഖം, സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ആ, ഒറ്റയാൻ. അതാ താൻ എവിടെയും സ്ഥിരമായിട്ട് തങ്ങാത്തത്. അത് പോരച്ചുതാ, ഒരു കുടുംബം അത് വേണം. വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല മൂപ്പ. തോന്നാഞ്ഞത് അച്യുതം പാപ്പാന്റെ ഭാഗ്യം. കഷ്ടകാലത്തിന് എനിക്കൊരു പെണ്ണിനോട് പൂതിയുണ്ട്. അവളെ എന്റെ പിടിച്ചാക്കി. ഭാര്യ ഭാര്യ അന്ന് തുടങ്ങിയതാ എന്റെ ഈ അധോഗതി. നീ എവിടെ പോയിരുന്നു? നേരം കുറെ ആയല്ലോ. അത് ഞാൻ ചാണയ്ക്ക് വെക്കാൻ പോയതാ, കത്തി. ആഹാ, കേട്ടോ അച്യുതാ, ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് നടന്നാൽ അന്ന് ഞാൻ എന്റെ മൂപ്പന് സ്ഥാനം ഒഴിയും. ചാരായം വേണ്ട ശിവ, ഞാൻ കുടിക്കത്തില്ല. എന്താ അത്? എന്താണ്? കഷായം. കഷായം? ഹോമിയോ കഷായം. ഇവിടെ കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാൻ. തുറക്ക. അടിച്ചേ തുറക്കാവുന്ന, അതുകൊണ്ട്. ചാരായം. ചാരായം കുടിക്കാത്ത പാപ്പാന്മാർ. പാപ്പാന്മാർ ചാരായം കുടിക്കണം ഏത് ചട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത്? ആനക്കാരൻ കുടിക്കരുതെന്നാ ചട്ടം, മനസ്സിലായോ? അടപ്പ്. എന്റെ മോനാ ചന്ദ്രൻ. പാപ്പാൻ പണി വയ്യാഞ്ഞിട്ട് ഡ്രൈവറാവാൻ നടക്കുക. അറിയില്ലേ പുതിയ പാപ്പാൻ അച്യുതൻ? ആ, കേട്ടു. എവിടെന്നെങ്കിലും ഒരുത്തം വരും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ നാട്ടുകാർക്കൊക്കെ അത് പറയാനേ നേരമുള്ളൂ. ഇന്ന് ഇവിടെ കൂടാൻ വേണ്ട. അച്ചുവേട്ടൻ ഇന്ന് എന്റെ കൂടെയാ. പോട്ടെ. കുടിക്കുന്നതാണ് എന്റെ ചട്ടം. എന്തിനാണ് ആശാനെ ഈ മുണ്ടാപ്രാനോട് ചോരില്ലാതെ ഇങ്ങനെ? കൊത്തും, കൊത്തി അറിയും ഞാൻ. എന്നെ തോൽപ്പിച്ചൊരു നായിന്റെ മോനെ ഇവിടെ ജീവിക്കണ്ട. ഓ, അങ്ങനെ തോറ്റതിന് ആനയോടാ വാശിയല്ലേ? അയ്യോ അയ്യോ തലയിൽ ആശാനെ, അയ്യോ 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 അടിക്കണേ, അയ്യോ അയ്യോ. ആനയെ തല്ലുന്ന കാരവടി കൊണ്ട് ആളെ തല്ലരുത്. തല്ലുവിടാ. വാവത്തിനെ ഉപദേശിക്കാൻ ഒരു പട്ടി വളർന്നിട്ടില്ല. ഉപദേശമൊന്നുമല്ല, താക്കീതാ. മേലാലി പന്തിയിൽ ആവർത്തിക്കരുത്. വിട്ടേക്ക്. ഈ തല
തലയ്ക്ക് വട്ടുള്ള കുരങ്ങന്മാര് മൂക്കറ്റൻ ചാരായം കുടിച്ചിട്ട് ഇഞ്ചിയും കൂടെ തിന്നാ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലാ വാവച്ചനാശാൻ. വട്ട് നിന്റെ തന്തയ്ക്കാ. കണ്ടോ, തന്തയ്ക്ക് പറയുന്നത് മൂത്ത വട്ടിന്റെ ലക്ഷണോ? ബാജ ഇവിടെ ഇവിടെയാ പറഞ്ഞത്. പുറ. പോ. പോവാൻ. വെട്ടുപോത്തിനെ പിന്നെ ഉപദേശിക്കാം. ഇത് കാണ്ടാമൃഗമാ. എന്ത് കാണ്ടാമൃഗം? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു നടത്തം മാത്രമേ ഉള്ളൂ. ഒരു മയവുമില്ലാതെ വെട്ടി വിഴുങ്ങണ പോത്തിറച്ചി അദ്ദേഹം മുഴുവൻ തെക്കന്റെ ബലത്തിലല്ലേ ഈ കളി മുഴുവൻ കളിക്കുന്നത്. മുറുകുപുരം തേരച്ച് തേച്ചാ മതി, കരിഞ്ഞോളും. അപ്പോഴത്തോ സാരമില്ല. ഇവൻ എന്താ ഒരു പേരെടുക്കാൻ മൂപ്പ? ഞാൻ പറയാം. കൊമ്പനാന വേണമെങ്കിൽ ചുരുക്ക ആന. പറ്റിയ പേര് അച്യുതൻ തന്നെ ഇട്. നിനക്കാണ് എന്റെ അവകാശം. അയ്യപ്പൻ. അത് കൊള്ളാം അല്ലേ മൂപ്പ? സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ പേരല്ലേ ഭഗവാന്റെ. അയ്യപ്പാ മോനെ അടങ്ങടാ. മെട ഇത്തിരി കൂടും. ആ അച്ചോട്ടിന്റെ അടുത്ത് എവന്റെ ഒരു വിളയാട്ടവും നടക്കില്ല മൂപ്പ. അയ്യപ്പനെ തന്നെ ഏൽപ്പിക്കുക. ആ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഓ വരട്ടെ മൂപ്പ. ആട്ടെ. വാ. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹത്തിന്റെ ആനകളെന്ന് വെച്ചാൽ. ഇനിയിപ്പോ ഇവനൊരു പദം വരുന്നത് വരെ അദ്ദേഹം കൂടെ കൂടെ വരും. നാശം എത്തി വെളിവില്ലാതെ നോട്ടം കണ്ടില്ലേ പോണ്ടാരടങ്ങ. എന്താ ഭാവച്ച? കണാരേട്ടൻ എന്തിയെന്ന് ചോദിക്കാൻ നിന്നപ്പോ ഒരുത്തി തന്റെ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അകത്തേക്ക്. അല്ല, അവൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? നിന്റെ മട്ടുമാതിരി അതല്ലേ നിന്റെ ഒരു ഒടുക്കത്തെ കുടിയും. ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. കൂടി ഞാനങ്ങ് നിർത്തിയേക്കാം. പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കെട്ട് എന്റെയും ഗൗരിയുടെയും. അത് ഇന്ന് തീരുമാനിക്കണം. ഒന്നും തീരുമാനിക്കാനില്ല. ഇയാളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല. അതിന് വേറെ ആളെ നോക്കിക്കോ. കിടന്ന് തുള്ളാനകത്ത് കയറിപ്പോടി. അവള് തുള്ളട്ടെ ഇടത്തി. ഇതുപോലെ ഇളക്കമുള്ള എത്ര മതയാനകളെ തളച്ചവനാണ് ഈ വാവച്ചൻ. പിന്നെ ഈ പിടിയാന. തുള്ളിക്കോ തുള്ളിക്കോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വീട്ടുമുറ്റത്താണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചൂലെടുത്തടിക്കും. പറഞ്ഞേക്കാം. എനിക്ക് പോടോ. നിർത്തടി ഒരുമ്പെട്ടോളെ. നിന്നോടല്ലേ പറഞ്ഞ അകത്ത് കയറി പോകാൻ. ഭാവത്തിന് ഇപ്പൊ പോ. ഞാനിപ്പോ പോവാ. എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാടി നീ? രാജകുമാരിയാ. നീ എന്തു ഭാവിച്ചാ? തള്ളകല്ല വാവല് തല കിഴക്കനാൻ പാടാ. പ്രായം അവര് പറഞ്ഞ കേട്ടാ നിനക്ക് നല്ലത്. നിന്നെ ഓർത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്രേ സമാധാനായി ഞങ്ങക്ക്. കള്ളം കുടിച്ച് കൂത്താടി ഇറക്കുന്ന ഒരുത്തന്റെ തലയില് എന്നെ കെട്ടിവെച്ചാൽ നിങ്ങക്ക് സമാധാനാവും. പൊന്നും പണ്ടൊന്നുമില്ലാതെ വാവച്ച നിന്നെ ചോദിക്കണേ. ഞങ്ങളുടെ കണ്ണടഞ്ഞ നിനക്കൊരു തുണ വേണം. ആണുങ്ങളായ ഇത്തിരി കുടിക്കും എന്ന് വെച്ചാൽ അവൻ സ്നേഹമില്ലാത്തതൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. അതിലും ഭേദം വല്ല കൊക്കയിലും ചാടി മരിക്കുന്നതാ. എന്നാ വരും. പൊന്നും പണ്ടവും കൊണ്ട് രാജകുമാരൻ ഊട്ടിയാൻ പറഞ്ഞ സന്തതി നിന്നെ പിഴച്ചു വെച്ചപ്പോഴേ 2 കൈ നീട്ടി വാങ്ങിയത് ഞാനാ. അതിന്റെ നന്ദിയെങ്കിലും വേണോടി. തള്ള പിഴച്ചു പറ്റത് അവരുടെ കുറ്റം കൊണ്ടല്ലോ. സാരമില്ല.